ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാം നമ്മൾ കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് റിലേഷൻ എന്താണ്, റിലേഷനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു, കുറച്ച് ബേസിക്സ് പഠിച്ചായിരുന്നു, പിന്നെ റിലേഷന്റെ ഡെഫിനിഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ടും ഇക്വലൻസ് റിലേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇക്വലൻസ് റിലേഷനിൽ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ഇക്വലൻസ് ആവണമെന്നുണ്ടെങ്കിൽ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇത് 3 ആയിരിക്കണം. അപ്പോൾ ഇത് 3 ആവാനുള്ള കണ്ടീഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? നമ്മുടെ റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എല്ലാവരും അത് പഠിച്ചിട്ട് വേണം ഈ ക്ലാസ് ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെറ്റില് ഏത് എലമെന്റ് ഉണ്ടായിരിക്കണം? നമുക്ക് തന്നിരിക്കുന്ന സെറ്റില് എ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആയിരിക്കണം ആ സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ ഏത് എലമെന്റ് ഉണ്ടായിരിക്കണം? എ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷനില് ഏത് ഓർഡേർഡ് പേർ ഉണ്ടാവണം? നമ്മുടെ റിലേഷനില് എ എന്ന് പറയുന്ന ഓർഡേർഡ് പേര് നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഏത് ഓർഡേർഡ് പേർ ഉണ്ടായിരിക്കണം? നമ്മുടെ റിലേഷനിൽ എ എന്ന് പറയുന്ന ഓർഡേർഡ് പേർ ഉണ്ടായിരിക്കണം. എ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടെങ്കിൽ ഏതുണ്ടായിരിക്കണം? എ. അടുത്ത സിമെട്രിക് എന്തായിരുന്നു? സിമെട്രിക് നമ്മുടെ റിലേഷനിൽ മാത്രമേ ഉള്ളൂ. എ ബി എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ ആരുണ്ടാവണം? അവിടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആരുണ്ടാവണം? ബി എ എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ സിമെട്രിക്കിന്റെ കേസിൽ പഠിച്ചത്. ഇനി അടുത്ത ട്രാൻസിറ്റീവിന്റെ കേസിൽ നമ്മൾ എന്താണ് പഠിച്ചത്? 2 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ട്രാൻസിറ്റീവ് നോക്കുക. അപ്പോ ഏതൊക്കെയാണ്? എ ബി ഉണ്ടാവണം, പിന്നെ ഏതുണ്ടാവണം? ബി സി ഉണ്ടെങ്കിൽ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇഫ് ഇതും ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ട്രാൻസിറ്റീവ് ആണോ നോക്കിയാൽ മതി. ഏതുണ്ടാവണം? എ സി ഉണ്ടെങ്കിൽ എന്താവുള്ളൂ? അവിടെ ട്രാൻസിറ്റീവ് ആവുകയുള്ളൂ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇത് ട്രാൻസിറ്റീവ്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച ഡെഫിനിഷൻസ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ കുറെ പേർക്ക് ഡൗട്ട് ആയിട്ട് വന്നായിരുന്നു. അപ്പൊ നമ്മൾ ശരിക്കും +1 നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്തുപറ്റി എല്ലാവർക്കും കുറെ പേർക്കെങ്കിലും അത് തെറ്റിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് പെട്ടെന്ന്. അപ്പൊ അതുപോലത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ഇതിലോട്ട് പോകുന്നത്. അപ്പോ ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. R is equal to set of all A, B such that A divides B. ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. അപ്പൊ A is equal to സെറ്റ് തന്നിട്ടുണ്ടായിരുന്നു 1, 2, 3, 4, 5, 6 ഈ ഒരു സെറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു അവിടെ തന്നിരുന്ന കണ്ടീഷൻസ്. അപ്പൊ ഇത് കുറെ പേർക്ക് ഡൗട്ട് ആയിട്ട് തോന്നിയായിരുന്നു. അപ്പൊ ഇത് നമ്മൾ +1 പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോ A ഡിവൈഡ്സ് B എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. അപ്പോ A ഡിവൈഡ്സ് B എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശ്രദ്ധിച്ചു കേൾക്കുക. A ഡിവൈഡ്സ് B എന്ന് പറഞ്ഞാൽ അതിനർത്ഥം B യെ നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് അതിനർത്ഥം? A കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് അതിനർത്ഥം. A ഡിവൈഡ്സ് B എന്ന് പറഞ്ഞാൽ എന്താണ്? A ഡിവൈഡ്സ് B എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും പറയാം? B is divisible by A. B is divisible by A. A divides B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? B is divisible by A. അപ്പോ B എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത് കിടക്കുന്നതാണ്. നമ്മുടെ ഓർഡേർഡ് പേരിൽ രണ്ടാമത് കിടക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? B എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത് കിടക്കുന്നതിനെ ആദ്യമുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതായിരുന്നു നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പൊ കുറെ പേര് വരുന്നത് തെറ്റെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് ഈ 1, 1 എന്ന് പറയുന്ന ഓർഡേർഡ് പേർ എഴുതിയില്ല. 1, 1, 2, 2 സെയിം ആയിട്ടുള്ള ഓർഡേർഡ് പേർ എഴുതിയില്ല. അതായത് രണ്ടാമത് കിടക്കുന്നതിന് ആദ്യം കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 1, 1 ഡിവൈഡ് ചെയ്തൂടെ? നമുക്ക് 2, 2 ഡിവൈഡ് ചെയ്തൂടെ? 3, 3 ഡിവൈഡ് ചെയ്തൂടെ? അപ്പൊ അത് കുറെ പേര് മറന്നുപോയി. അത് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് ഇങ്ങനെയാണ് അത് എഴുതിയത്, തിരിച്ചാണ് എഴുതിയത്. ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി. ഇനി നോക്കിയേ ശരിയാണോ നോക്കിയേ. A ഡിവൈഡ്സ് B എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു? B is divisible by A. B നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? A കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. B എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ A എത്രയാണ്? 2. ഇത് ഡിവിസിബിൾ ആണോ? 1/2 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണോ? നമുക്ക് റിമൈൻഡർ അവിടെ 0 കിട്ടും. അവിടെ ഇല്ല. നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അവിടെ ആൻസർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? 0.5 എന്നാണ് അവിടെ കിട്ടുന്നത്. അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയല്ല വരേണ്ടത്. എങ്ങനെയാണ് വരേണ്ടത്? 1, 1 അടുത്തേതാണ് 1, 2 എന്നാണ് അത് വരേണ്ടത്. ഏതാണ്? 1, 2. കാരണം ഇത് A, ഇത് B. B എത്രയാണ്? 2 അല്ലേ? A എത്രയാണ്? 1 അല്ലേ? അപ്പോ B 2,
ബൈ എ എത്രയാണ് 1, 2/1 എത്രയെന്ന് ഒരു ആൻസർ 2. അവിടെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. റിമൈൻഡർ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 0 ആയിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പൊ 1 2 വരും, അടുത്തേത് വരും 1 3 വരും, 1 4 വരും, 1 5 വരും, 1 6 വരും. അടുത്തത് 2 1 വരുമോ? 1/2 പോസിബിൾ ആണോ? അല്ല, അപ്പൊ 2 1 വരില്ല. അടുത്തത് 2 2 വരും, 2 3 പറ്റുമോ? 3/2 പോസിബിൾ ആണോ? അല്ല, അപ്പൊ 2 4 വരും, 2 6 വരും. അടുത്തത് 3 1 പറ്റുമോ? 3 2 പറ്റുമോ? അടുത്തേതാണ് 3 3. 3 4 പറ്റുമോ? 4/3 പറ്റുമോ നമുക്ക്? ഇല്ല. അടുത്ത 3 4 5 പറ്റുമോ? ഇല്ല. അടുത്തേതാണ് 3 6. അടുത്തത് 4 4. പിന്നെ 4 6 പറ്റുമോ നമുക്ക്? 4 6 പറ്റുമോ നോക്ക്. ബി എത്രയാണ്? ബി 6 ബൈ എ എത്രയാണ്? 4. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 3/2. ഡിവിസിബിൾ ആണോ കംപ്ലീറ്റ്ലി? അല്ല. അപ്പൊ 4 4 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 5 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 6. ഇനി നിങ്ങളിത് ചെക്ക് ചെയ്താൽ മതി. റിഫ്ലെക്സീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഉണ്ട്, 1 1 ഉണ്ട്, 2 ഉണ്ട് ഇവിടെ, 2 2 ഉണ്ട്, 3 ഉണ്ട് ഇവിടെ, 3 3 ഉണ്ട്, 4 ഉണ്ട് ഇവിടെ, 4 4 ഉണ്ട്, 5 ഉണ്ട് ഇവിടെ, 5 5, 6 ഉണ്ട്, ഏതുണ്ട് 6 6 ഉണ്ട്. അപ്പൊ ഇതെന്ത് തന്നെയാണ്? റിഫ്ലെക്സീവ് തന്നെയാണ്. സിമെട്രിക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 ഉണ്ട്, പക്ഷെ ഏതില്ല 2 1. 1 2 തിരിച്ചിട്ടാ 2 1 അവിടെ ഉണ്ടാവണ്ടേ സിമെട്രിക് ആണോന്നുണ്ടെങ്കിൽ. നിങ്ങള് കുറച്ചു പേർക്ക് വന്ന ഡൗട്ട് ഇതാണ്. ഇപ്പൊ ഞാൻ ഏതാണ് 1 2 എഴുതി, 2 1 എഴുതി, പിന്നെ ഒരു 1 3 എഴുതി, ഒരു റിലേഷൻ, ചുമ്മാ ഒരു റിലേഷൻ ഞാൻ എഴുതി. കുറച്ചു പേർക്ക് വന്ന ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് 1 2 ഉണ്ട്, അതിനെ തിരിച്ചിട്ട 2 1 ഉണ്ട്, അപ്പൊ സിമെട്രിക്കിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല, അപ്പൊ അത് സിമെട്രിക് ആവില്ല. ഓക്കെ, ഇത് രണ്ടും സിമെട്രിക്കിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. 1 2 ഉണ്ട്, 2 1 ഉണ്ട്. പക്ഷെ ഇവിടെ 1 3 ഇതിനെയും ചെക്ക് ചെയ്യണം. എല്ലാ ഓർഡേഡ് പേരും അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അവിടെ എല്ലാ ഈ റിലേഷനിലുള്ള എല്ലാ ഓർഡേഡ് പേരും സാറ്റിസ്ഫൈ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഈ എല്ലാ ഓർഡേഡ് പേരും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതെന്തായി മാറുള്ളൂ? സിമെട്രിക് ആയിട്ട് മാറുള്ളൂ. അപ്പൊ 1 2 ഉണ്ട്, അതിനെ തിരിച്ചിട്ട 2 1 ഉണ്ട്. ഓക്കെ, സിമെട്രിക്കിന്റെ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാ ഓർഡേഡ് പേരും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല. ഇനി അടുത്തത് ഏത് ചെക്ക് ചെയ്യാനുണ്ട്? 1 3 ചെക്ക് ചെയ്യാനുണ്ട്. 1 3നെ തിരിച്ചിട്ടാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 3 1 ആണ് നമുക്ക് കിട്ടുന്നത്. 3 1 ഈ റിലേഷനിൽ ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ ഇതെന്താവില്ല? സിമെട്രിക് ആവില്ല. ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറഞ്ഞ് പറ്റില്ല, എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. അപ്പൊ അത് കുറച്ച് പേർക്ക് കോമൺ ആയിട്ട് വന്നൊരു ഡൗട്ടാണ്, അത് ഞാൻ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കും. അപ്പോ ഇതെന്തല്ല 1 2 ഉണ്ട്, പക്ഷെ ഏതില്ല ഇവിടെ? 2 1 ഇല്ല. അപ്പൊ അതെന്തല്ല? സിമെട്രിക് അല്ല. പിന്നെ ട്രാൻസിറ്റീവ് നിങ്ങൾ അങ്ങ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 1 2 2 4 നോക്കാം. 1 2 2 4 ഏതുണ്ടാവണം? 1 4 ഉണ്ടാവണം. 1 4 ഉണ്ട്. അടുത്തത് 2 വെച്ച് തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഈ സെയിം ആയിട്ടുള്ള സെക്കൻഡ് 2 വെച്ച് തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്തത് 1 3 3 വെച്ച് തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടോ? 1 3 3 3 സെയിം നോക്കണ്ട. 3 6 ഉണ്ട്. അപ്പൊ ഇത് രണ്ട് സെയിം അല്ലേ? അപ്പൊ ഏതുണ്ടാവണം അവിടെ? 1 6 ഉണ്ടാവണം. 1 6 ഓൾറെഡി ഇല്ല ഇവിടെ? ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാം ഇതുപോലെ ചെക്ക് ചെയ്താൽ മതി. കുറച്ചൊന്നും സമയം എടുത്ത് ശ്രദ്ധിച്ച് ഒക്കെ തുടക്കത്തിൽ പഠിക്കുക. അപ്പൊ ഇച്ചിരി സമയം എടുത്ത് നോക്കുക. അപ്പൊ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? അവിടെ ട്രാൻസിറ്റീവ് ആയിട്ട് അവിടെ കിട്ടും. അപ്പൊ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ, ഇതേപോലെ ഉള്ള ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ എക്സസൈസ് ഒന്നാമത്തത്. എക്സസൈസ് എടുക്കുക എല്ലാവരും. ഒന്നാമത്തതില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 എന്ന് തന്നിട്ടുണ്ട്. സെറ്റ് തന്നിട്ടുണ്ട്, സെയിം സെറ്റ്. ഇനി റിലേഷൻ പറഞ്ഞിട്ടുണ്ട് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. എന്താണിത്? നമ്മുടെ റിലേഷൻ എന്താണ്? y ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. അപ്പോ എ ഡിവൈഡ്സ് ബി എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബി ഈസ് ഡിവിസിബിൾ ബൈ എ. അതിനെങ്ങനെ നമുക്ക് എഴുതാമെന്ന് പറഞ്ഞായിരുന്നു, എ ഡിവൈഡ്സ് ബി. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ചോദ്യമാണ് ശരിക്കും? ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് ഏത് ചോദ്യമാണ് ശരിക്കും? എക്സ് ഡിവൈഡ്സ് ബൈ. എക്സ് ഡിവൈഡ്സ് വൈ നെ പറയാൻ നമുക്ക് കുറെ പേർക്ക് എക്സ് ഡിവൈഡ്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് പിടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമാർക്കും. എക്സ് ഡിവൈഡ്സ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്.
അതായത് വൈനെ നമുക്ക് എക്സ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ആൻസർ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ വൈനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഈ റിലേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻസർ സെയിം ആയിരിക്കും. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല, പക്ഷെ അതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോ ഇത് നിങ്ങൾ എല്ലാരും മാറി ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ മാറി ചെയ്യണം. ഈ ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ മാറി അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് ഗ്രൂപ്പിൽ റിപ്ലൈ ആയിരുന്നു. അപ്പൊ ഗ്രൂപ്പിൽ റിപ്ലൈ തരേണ്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇത് പിടികിട്ടിയോ? പിടികിട്ടാത്തവരെന്റെ അടുത്ത് പേഴ്സണലി ചോദിക്കും. അപ്പൊ ഡൗട്ട് വന്ന ആ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പമാണ്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു പോയാൽ മതി. അപ്പൊ നമ്മൾ ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് ആ ടൈപ്പ്, എന്താണ് അതിന്റെ പ്രത്യേകത? സംഭവം സെയിം തന്നെയാണ്. ഇക്വലൻസ്, റിലേഷൻ, റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഒക്കെ നോക്കുന്നതാണ്. അപ്പോ എന്താണ് അതിന്റെ പ്രത്യേകത, ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത? അപ്പൊ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് ഇതെന്ന് പറയുന്നത്. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി വരാൻ പോകും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് വന്നോളൂ. അപ്പൊ അതൊന്ന് എല്ലാവരും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോ എനിക്ക് എല്ലാരെയും കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ, അപ്പൊ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഈ ഞാൻ പറയാൻ പോകുന്ന തുടക്കത്തിലുള്ള കാര്യങ്ങളെല്ലാം കേട്ടിരിക്കുക. കുറെ പേര് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, എന്ത് ഓൺലൈൻ ക്ലാസ് ഒന്ന് കേട്ടിരിക്കല്ലേ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആദ്യത്തെ എക്സസൈസില് ഒന്നാമത്തെ ക്വസ്റ്റ്യനില് അഞ്ചാമത്തെ സെക്ഷൻ എടുക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യനില് അഞ്ചാമത്തെ സെക്ഷൻ എടുക്കും. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക. സെറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ലിവിംഗ് ഇൻ എ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പുത്തൻതോപ്പുള്ളതല്ലേ, അപ്പോ പുത്തൻതോപ്പിൽ കുറെ പേരുണ്ട്. അപ്പൊ നമ്മുടെ പഠിക്കുന്നവരും മെജോറിറ്റി എന്ന് പറയുന്നത് പുത്തൻതോപ്പുള്ളതാണ്. അപ്പോ സെറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഇത് നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ സെറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ലിവിംഗ് ഇൻ എ ലൊക്കാലിറ്റി. ആ ലൊക്കാലിറ്റി ഞാൻ പുത്തൻതോപ്പിൽ നിന്ന് എടുത്തു. പുത്തൻതോപ്പിലെ കുറെ ആൾക്കാർ, അപ്പൊ അവിടെ ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ അതില് ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. R is equal to set of all x, y such that x and y work at same place. X and y work at same place. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ. സെറ്റ് എന്താണ്? ഹ്യൂമൻ ബീങ്സ് ലിവിംഗ് ഇൻ എ ലൊക്കാലിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു പുത്തൻതോപ്പിലുള്ള കുറച്ച് ആൾക്കാരെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിനിങ്ങനെ ഒരു റിലേഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളിൽ നിന്നായിരിക്കും ഉദാഹരണം എടുക്കാൻ പോകുന്നത്. അപ്പോ ഇതിന് നമുക്ക് ഇത് നോക്കുമ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യാസം എന്താ? നമുക്ക് ഇതില് ഒരു സെറ്റ് തന്നിട്ടുണ്ട്, പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് റിലേഷൻ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇവിടെ ഇല്ല. അപ്പൊ സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എഴുതാൻ പറ്റാത്ത ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും വരുന്നത്, കുറെ വലുതാണ് വരുന്നത്, ചെക്ക് ചെയ്യുന്ന ഒരുപാട് സമയം എടുക്കും. അങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്ന രീതിയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ ടെക്സ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് ചെയ്ത് പഠിക്കും. അപ്പോ ആദ്യം എങ്ങനെയാണ് ഇതിനെ നമ്മൾ റിഫ്ലെക്സീവ് എന്ന് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. റിഫ്ലെക്സീവ് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? അപ്പൊ ഞാൻ ഈ റിലേഷൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് എടുത്തെഴുതുവാണ്. x, y such that x and y work at same place. അപ്പോ ആദ്യം റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ എ എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ സെറ്റിൽ ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഓർഡേർഡ് പേര് നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണം. ഏത് ഓർഡേർഡ് പേര് നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണം? എ. അപ്പോ ഇനി പറയാൻ പോകുന്നത് ഇത് XY എന്ന് പറയുന്ന ഓർഡേർഡ് പേർ വെച്ച് വരാം,
AB എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ വെച്ച് വരാം, T1 T2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ വെച്ച് വരാം, L1 L2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ വെച്ച് വരാം. ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആ രീതിക്ക് വരാൻ പോകുന്നതാണ്. അപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ മനസ്സിലാക്കും. ആദ്യത്തെ നമുക്ക് ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഏതാണ് ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്? XY ആണ് നമ്മുടെ ഓർഡേർഡ് പെയർ. അപ്പോ XY ആണ് നിങ്ങളുടെ ഓർഡേർഡ് പെയർ എങ്കിൽ നിങ്ങളുടെ റിഫ്ലക്സീവ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് XX എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ശരിയാണോ അല്ലയോ എന്ന് നോക്കാം. ഒന്നും കൂടെ, XY ആണോ നമ്മുടെ ഓർഡേർഡ് പെയർ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓർഡേർഡ് പെയർ എങ്കിൽ നിങ്ങൾ റിഫ്ലക്സീവ് ചെക്ക് ചെയ്യാനായിട്ട് XX എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ശരിയാണോ അല്ലയോ, തന്നിരിക്കുന്ന റിലേഷൻ വെച്ചിട്ട് ശരിയാണോ അല്ലയോ എന്ന് നോക്ക്. അപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ XY അല്ല AB ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓർഡേർഡ് പെയർ. നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഓർഡേർഡ് പെയർ AB ആണെങ്കിൽ നിങ്ങൾ റിഫ്ലക്സീവ് ചെക്ക് ചെയ്യാനായിട്ട് AA എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ശരിയാണോ അല്ലയോ എന്ന് നോക്ക്. AA എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ശരിയാണോ എന്ന് നോക്ക്. വേറൊരു എക്സാമ്പിൾ എടുക്കും. T1 T2 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ആണ് നിങ്ങളുടെ റിലേഷനിൽ തന്നിട്ടുള്ളത്. അപ്പൊ T1 T2 എന്ന് പറയുന്ന ആ റിലേഷൻ നിങ്ങൾക്ക് റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് T1 T1 ശരിയാണോ അല്ലയോ എന്ന് നമ്മുടെ റിലേഷൻ വെച്ച് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? റിഫ്ലക്സ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിയാവും. അപ്പൊ ഒന്ന് കേട്ടിരിക്കുക എല്ലാവരും. അപ്പൊ നമുക്ക് റിഫ്ലക്സീവ് ചെക്ക് ചെയ്യാനായിട്ട് എന്താണ്? XX നമ്മുടെ ശരിയാണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ XX എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ശ്രദ്ധിച്ചു നോക്കും. XX എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ XX എന്ന് പറയുന്ന ഓർഡേർഡ് പെയറാണ് എനിക്ക് വേണ്ടത്. അപ്പോ വൈക്ക് പകരം എനിക്ക് എന്താണ് വേണ്ടത്? ഇവിടെ Y എന്ന് പറയുന്ന ഉണ്ടായിരുന്നതിന് പകരം എനിക്ക് എന്താണ് വേണ്ടത്? XX എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ശരിയാണോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. അപ്പോ XY എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എന്താ പറയുന്നത്? X ആൻഡ് Y വർക്ക് അറ്റ് സെയിം പ്ലേസ്. അപ്പോ ഇവിടെ ഞാൻ പറയാണ് XX. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിലേഷൻ എന്തായി മാറും? നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കി. ഈ XY മാറിയിട്ട് XX എന്നാണ് ഈ നമ്മുടെ ഓർഡേർഡ് പെയർ എങ്കിൽ ഈ റിലേഷൻ എന്തായിട്ട് മാറും? XX ആണെങ്കിൽ ഇവിടെ Y നെ മാറ്റി ഞാൻ X എന്ന് എഴുതി. അപ്പോ ഇവിടെയും Y നെ മാറ്റി ഞാൻ എന്തെന്ന് പറഞ്ഞാൽ മതി? X എന്ന് പറഞ്ഞാൽ മതി. ശരിയായി നോക്കി. XY ആണെങ്കിൽ എന്താണ്? X ആൻഡ് Y വർക്ക് അറ്റ് സെയിം പ്ലേസ്. XX ആണെങ്കിൽ എന്താണ്? X ആൻഡ് X വർക്ക് അറ്റ് സെയിം പ്ലേസ്. അപ്പൊ ഇതാണ് നമ്മുടെ, ഇത് ശരിയാണോ അല്ലയോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്തിനു വേണ്ടിയിട്ട്? റിഫ്ലക്സീവ് ആണോ അല്ലയോ എന്ന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ശരിയാണോ അല്ലയോ എന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഞാനിപ്പോ എക്സാമ്പിള് ഇപ്പൊ എല്ലാരും കേട്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഇപ്പോ അത് ലെന ഉണ്ട്, അത് 3 പേര് ആവശ്യമുണ്ട്. അപ്പൊ ഞാനിപ്പോ 2 പേരെ എടുക്കുവാണ്, ലെനയും ജെഫിയും. എല്ലാരും കുറെ പേര് കേട്ടിരിപ്പുണ്ട്. നമുക്ക് ഓരോ എക്സാമ്പിളിൽ ഓരോരുത്തരായിട്ട് എടുക്കാം. അപ്പൊ ലെനയും ജെഫിയും കേട്ടിരിപ്പുണ്ട്. അപ്പോ ഇവർ രണ്ടരാണ് നമ്മുടെ എക്സാമ്പിൾ വരാൻ പോകുന്നത്. ഇത് X ആയിട്ട് എടുത്തു, ഇത് ഞാൻ Y ആയിട്ട് എടുത്തു. അപ്പോ X ആൻഡ് X വർക്ക് അറ്റ് സെയിം പ്ലേസ്. ഒന്ന് ആലോചിച്ച് നോക്കി. X ആൻഡ് X, ലെനയും ഒരിടത്താണ് വർക്ക് ചെയ്യുന്നത്. അതായത് ലെന ഇപ്പോ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചു, ഒരു കമ്പനി, ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യണം, ഇൻഫോസിസിൽ വർക്ക് ചെയ്യണം. അപ്പോ ലെന ഇൻഫോസിസിൽ വർക്ക് ചെയ്യാണ്. വീണ്ടും പറയാണ് ലെന ഇൻഫോസിസിൽ വർക്ക് ചെയ്യണം. രണ്ടും ശരിയായിട്ടുള്ള കാര്യമല്ലേ? ലെന ഇൻഫോസിസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം തന്നെയല്ലേ? അവിടെ തെറ്റൊന്നുമില്ലല്ലോ അവിടെ എന്ന് പറയുന്നത്. അപ്പോ എക്സും ഒരേ സ്ഥലത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ വേറൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരേ സമയത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നത് അത് ശരിയാവണമെന്നില്ല അവിടെ എന്ന് പറയുന്നത്. അപ്പൊ ലെന ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ഇൻഫോസിസ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവള് വേറെ ഒരു സമയത്ത് വേറൊരിടത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എക്സും ഒരേ ഇടത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അത് ലോജിക്കലി ശരിയാണ്. ലോജിക്കലി ശരിയായത് കൊണ്ട് ഇതെന്ത് തന്നെയാണ്? അപ്പൊ എഴുതുന്നത് X ആൻഡ് X വർക്ക് അറ്റ് സെയിം പ്ലേസ് വിച്ച് ഈസ് ട്രൂ. ശരിയായിട്ടുള്ള കാര്യമാണ്. എക്സ് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ എക്സ് ആ കമ്പനിയിൽ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. വേറെ 2 കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നില്ല ഒരുമിച്ച്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, അങ്ങനെ നിർബന്ധമുള്ള കാര്യമില്ല. ഇത് മസ്റ്റായിട്ടും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ വിച്ച് ഈസ് ട്രൂ, therefore XX എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ പോസിബിൾ ആണ്, നമ്മുടെ റിലേഷനിലുണ്ട്. XX എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എന്താണ്? നമ്മുടെ റിലേഷനിലുണ്ട്, അത് പോസിബിൾ ആണ്. അപ്പൊ XX എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ പോസിബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് റിഫ്ലക്സ്. കുറച്ചു പേർക്ക് എന്തോ പോലെയൊക്കെ ചിലപ്പോൾ തോന്നാം. ഇനി ചോദ്യങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കും ശരിയാവും. എല്ലാവരും ഒന്ന് കേട്ടിരുന്നാൽ മതി. അപ്പൊ ഞാനിനി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അപ്പൊ ഞാനങ്ങ് അടുത്ത പറഞ്ഞു പോവാണ്.
ഇനി എങ്ങനെയാണ് നമ്മൾ സിമ്മട്രിക്ക് ചെക്ക് ചെയ്യുക? സിമ്മട്രിക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കറിയാം എക്സ് വൈ എന്ന് പറയുന്ന എ ബി എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻ ഉണ്ടെങ്കിൽ ഏതുണ്ടാവണം? പി സി എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ റിലേഷൻ ഉണ്ടാവണം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എന്തായിരുന്നു? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എക്സ് വൈ ആയിരുന്നു. ഇങ്ങനെയായിരുന്നു നമ്മുടെ റിലേഷൻ അല്ലെ? ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് വൈ എന്ന് പറയുന്ന റിലേഷൻ ഇതാണ്. അപ്പോ എക്സ് എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പേര് നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പേരുണ്ടെങ്കിൽ ഏത് പേര് ഓർഡേർഡ് പേര് ഉണ്ടാവണം? അവിടെ ബി എ എന്ന് പറയുന്ന ഓർഡേർഡ് പേര് ഉണ്ടാവണം. അതായിരുന്നു നമ്മുടെ സിമെട്രിക് എന്ന് പറയുന്നത്. അപ്പൊ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എക്സ് വൈ എന്തായിരുന്നു? എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് സെയിം പ്ലേസ്. ഇതായിരുന്നു എന്തെന്ന് പറയുന്നത് എക്സ് വൈ നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിലുള്ള കണ്ടീഷൻ. അപ്പോ തിരിച്ചിടുന്നത് ശരിയാണോ എന്ന് നോക്കാം. അതല്ലേ നമ്മൾ സിമെട്രിക്കലി ചെയ്യുന്നത്. എക്സ് വൈനെ തിരിച്ചിട്ടാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? എക്സ് വൈനെ തിരിച്ചിട്ട വൈ എക്സ്. ഇതിനെ തിരിച്ചിട്ട ശരിയാണോ എന്ന് നോക്കാം. എക്സ് വൈനെ തിരിച്ചിട്ട വൈ എക്സ്. എക്സ് വൈ എന്തായിരുന്നു? എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് സെയിം പ്ലേസ്. അപ്പൊ തിരിച്ചിട്ട എങ്ങനെയായിരിക്കും വരുന്നത്? വൈ എക്സ് എങ്ങനെയായിരിക്കും വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. വൈ എക്സ് എങ്ങനെയായിരിക്കും വരുന്നത്? എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് സെയിം പ്ലേസ് ആണെങ്കിൽ വൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? വൈ ആൻഡ് എക്സ് വർക്ക് അറ്റ് സെയിം പ്ലേസ്. ഇവിടെ എക്സ് ആദ്യം വന്നുകൊണ്ട് എക്സ് ആദ്യം വൈ രണ്ടാമത്. അപ്പൊ എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് സെയിം പ്ലേസ്. ഇവിടെ വൈ ആദ്യം രണ്ടാമത് എക്സ് ആണ്. അപ്പൊ വൈ ആൻഡ് എക്സ് വർക്ക് അറ്റ് സെയിം പ്ലേസ്. ഇത് ശരിയാവണം. ഇത് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളതാണ് ക്വസ്റ്റ്യനിൽ. ഇത് ശരിയാവണം. ഇത് ശരിയാണെങ്കിൽ അതെന്താണ്? സിമെട്രിക് ആണ്. ഇത് ശരിയല്ലെങ്കിൽ അതെന്തല്ല? സിമെട്രിക് അല്ല. അപ്പൊ ഇത് ശരിയാണോ അല്ലയോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ ഇതിനെ തിരിച്ചിട്ടിട്ട് അത് ശരിയാണോ അല്ലയോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതെന്തായി മാറും? സിമെട്രിക് ആയിട്ട് മാറും. അപ്പൊ ഇത് ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അവിടെയാണ് നമ്മുടെ എക്സാമ്പിൾ ഉള്ളത്. അപ്പൊ ലെനയും ജെഫിയും. ഞാൻ പറയാണ് ലെനയും ജെഫിയും ഇൻഫോസിസിൽ വർക്ക് ചെയ്യണം. എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് സെയിം പ്ലേസ് എങ്ങനെയാണ്? ലെനയും ജെഫിയും ഇൻഫോസിസിൽ വർക്ക് ചെയ്യണം. തിരിച്ചു പറയുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കി. തിരിച്ചു പറഞ്ഞ എങ്ങനെ വരും? ജെഫിയും ലെനയും ഇൻഫോസിസിൽ വർക്ക് ചെയ്യണം. ലെനയും ജെഫിയും ഇൻഫോസിസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ജെഫിയും ലെനയും രണ്ടും ഇൻഫോസിസിൽ തന്നെ. തിരിച്ചു പറയുന്നത് ശരി തന്നെ അല്ലേ? തെറ്റാണോ? അവിടെ തെറ്റാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവിടെ ഇല്ല. അപ്പൊ ഇതും എന്തായിട്ടുള്ള കാര്യം തന്നെയാണ്, ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വിച്ച് ഈസ് ട്രൂ, അത് ശരിയാണ്. വിച്ച് ഈസ് therefore R is നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിമെട്രിക് ആണ്. അപ്പൊ നമ്മുടെ റിലേഷൻ സിമെട്രിക്. അടുത്തത് ട്രാൻസിറ്റീവ് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ എത്തുമ്പോൾ നമുക്ക് ട്രാൻസിറ്റീവ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്തത്? എ ബി വേണം, ബി സി വേണം, മൂന്നാമത് ഒരാളാണ് അല്ലെ? അപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് ലിൻസി എല്ലാരും കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഞാൻ പെട്ടെന്ന് ലിൻസി എടുത്തു. അടുത്ത പ്രാവശ്യം ജിൻസി എടുക്കും. അങ്ങനെ നമുക്ക് മാറിപ്പോ. അപ്പോ മൂന്നാമത് ഒരാളെടുത്തു എക്സ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എക്സ് വൈ അല്ല വന്നിട്ടുള്ളത്. അപ്പൊ എക്സ് വൈ ഉണ്ടാവണം, വൈ സെഡ് ഉണ്ടാവണമെങ്കിൽ ആരുണ്ടാവണം? എക്സ് സെഡ് ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. എ ബി മാറ്റിയിട്ട് ഞാൻ ഇത് കൊടുത്തതേ ഉള്ളൂ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എക്സ് വൈ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പൊ എക്സ് ആരാണ്? നമ്മുടെ ലെന. വൈ ആരാണ്? നമ്മുടെ ജെഫി. ഇസഡ് ആരാണ്? നമ്മുടെ ലിൻസ്. ഇത് നിങ്ങൾക്ക് എന്താണ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്, കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ആദ്യം നമുക്ക് ഏതാണ് വേണ്ടത്? എക്സ് വൈ വേണം നമ്മുടെ റിലേഷൻ. എക്സ് വൈ എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ എന്താണ്? അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താണ് അതെന്ന് പറയുന്നത്? എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് സെയിം പ്ലേസ്. ഇതുപോലെ ഒരു മാറ്റവും ഇല്ലാതെ ഇതുപോലെ നിങ്ങൾ ഏതെഴുതണം? വൈ സെഡ് എഴുതണം. അപ്പൊ ഇതുപോലെ എങ്ങനെ വൈ സെഡ് എഴുതാം? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ശ്രമിച്ചാൽ മതി. എക്സ് വൈ പറയുന്ന പോലെ വൈ സെഡ്, അതായത് എക്സിന് പകരം ആരെ പറഞ്ഞാൽ മതി? വൈനെ പറഞ്ഞാൽ മതി. ഇവിടത്തെ വൈനെ പകരം ആര് പറഞ്ഞാൽ മതി? ഇസഡ് പറഞ്ഞാൽ മതി. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയാൽ എല്ലാവരും, എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് സെയിം പ്ലേസ് ആണെങ്കിൽ വൈ സെഡ് എന്തായിരിക്കും?
y and z work at same place. ഇത് രണ്ടും ഉള്ളതായിട്ട് എടുക്കും. ഇത് രണ്ടും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമ്മൾ ട്രാൻസിറ്റീവ് ആണോ നോക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിങ്ങനെ വെച്ചേക്ക്. അപ്പൊ ഇതിങ്ങനെ രണ്ടും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ കയ്യിൽ വെച്ചേക്കണം. ഇനി അടുത്തത് ഏത് ശരിയാവണം? ഇത് ശരിയാവണം. അതായത് ഏത് കണ്ടീഷൻ നമുക്ക് കിട്ടണം? ഏത് ഓർഡർ പേർ നമുക്ക് കിട്ടണം? എക്സ് വൈ ഉണ്ട്, വൈ സെഡ് ഉണ്ടെങ്കിൽ ഏത് ഓർഡർ പേർ കിട്ടണം? നമുക്ക് എക്സ് സെഡ് എന്ന് പറയുന്ന ഓർഡർ പേർ കിട്ടണം. എക്സ് സെഡ് എന്ന് പറയുന്ന ഓർഡർ പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈയും വൈ സെഡും പോലെ എക്സ് സെഡ് എന്ന് പറഞ്ഞു വെക്കുക. അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. എക്സ് സെഡ് എന്ന് പറഞ്ഞു വെക്കുക. എക്സ് വൈ എന്തായിരുന്നു? എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് സെയിം പ്ലേസ്. വൈ സെഡ് എന്തായിരുന്നു? വൈ ആൻഡ് സെഡ് വർക്ക് അറ്റ് സെയിം പ്ലേസ്. അപ്പൊ എക്സ് സെഡ് എന്തായിരിക്കും? എക്സ് ആൻഡ് ഇസഡ് വർക്ക് അറ്റ് സെയിം പ്ലേസ്. ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. ട്രാൻസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇതും ശരിയായിട്ട് എടുക്കുവാണ്. ഇത് ശരിയാവണം. ഇത് ശരിയായാൽ നമുക്ക് ചോദ്യം ട്രാൻസിറ്റീവ് ആണെന്ന് എഴുതാം. ഇത് ശരിയല്ലെങ്കിൽ അതെന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ പോകുന്നത്. അപ്പം ഇത് ട്രാൻസിറ്റീവ് ആണോ എന്നല്ല, ചിലപ്പോൾ കുറെ പേർക്ക് ഇത് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. ഞാൻ പറയുന്ന എക്സാമ്പിൾ വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. എക്സ് ആരാണ്? ലെന. വൈ ആരാണ്? ജെഫി. ഇസഡ് ആരാണ്? ലിൻസി. എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് സെയിം പ്ലേസ്. ലെനയും ജെഫിയും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യും. ലെനയും ജെഫിയും ഇൻഫോസിസിൽ വർക്ക് ചെയ്യും. അടുത്തത് വൈ ആൻഡ് ഇസഡ് വർക്ക് അറ്റ് സെയിം പ്ലേസ്. ജെഫിയും ലിൻസിയും, വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെഫി അല്ലേ, ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിൻസി അല്ലേ. അപ്പൊ ജെഫിയും ലിൻസിയും ഒരിടത്ത് വർക്ക് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്? ലെനയും ജെഫിയും ഒരിടത്താണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞ എന്താണ്? ജെഫിയും ലിൻസിയും ഒരിടത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, എക്സും ഇസഡും ഒരിടത്ത് തന്നെയാണോ? എക്സ് ആരായിരുന്നു? ലെന. ഇസഡ് ആരായിരുന്നു? ലിൻസി. ഒരിടത്ത് തന്നെയാണോ? ഒരിടത്ത് തന്നെ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ലെനയും ജെഫിയും ഒരിടത്താണ് വർക്ക് ചെയ്യുന്നത്. ജെഫിയും ലിൻസിയും ഒരിടത്താണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലെനയും ലിൻസിയും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരേ സ്ഥലത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോ എക്സ് വൈ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതി. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ട്രാൻസിറ്റീവിന് നമുക്കത് എടുക്കുന്നു. വൈ സെഡ് നമ്മളിവിടെ എടുക്കുന്നു. ട്രാൻസിറ്റീവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓർഡേർഡ് പേർ കൊണ്ടുവരും. ആ ഓർഡേർഡ് പേർ ഏതാണ്? വൈ സെഡ് ആണ്. അത് ശരിയായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വൈ സെഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ എഴുതും. എന്നിട്ട് എക്സ് സെഡ് ശരിയാണോ അല്ലയോ എന്ന് നോക്കുക. എക്സ് സെഡ് എന്ന് പറയുന്ന ഓർഡേർഡ് പേർ വെച്ച് നമ്മുടെ ഈ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ അത് ശരിയാണോ എന്ന് നോക്കുക. ശരിയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. ശരിയല്ലെങ്കിൽ അതെന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഇവിടെ ഇത് നമുക്ക് ശരിയായിട്ട് കിട്ടി. അതുകൊണ്ട് therefore which is true എഴുതുക. x, z element of R. Therefore x, z element of R. Therefore R is ട്രാൻസിറ്റീവ്. therefore R is എന്താണ്? ട്രാൻസിറ്റീവ്. എല്ലാവർക്കും ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു വരും. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ആവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാവരും അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, R is equal to set of all x, y such that x and y live in same place. X and y live in same place. അപ്പൊ ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് ആണോ നോക്കാം. അപ്പൊ റിഫ്ലെക്സീവ് നമ്മുടെ ഓർഡേർഡ് പേർ ഏതാണ്? എക്സ് വൈ. ഞാൻ പറഞ്ഞായിരുന്നു റിഫ്ലെക്സീവ് എക്സ് വൈ ആണ് നമ്മുടെ ഓർഡേർഡ് പേരെങ്കിൽ റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യാനായിട്ട് ഏത് ഓർഡേർഡ് പേര് ശരിയായിരിക്കണം? അവിടെ എക്സ് എക്സ് എന്ന് പറയുന്ന ഓർഡേർഡ് പേര് ശരിയായിരിക്കണം. എക്സ് എക്സ് എന്ന് പറയുന്ന ഓർഡേർഡ് പേര് ശരിയായിരിക്കണം. അപ്പൊ എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ ലിവ് ഇൻ സെയിം പ്ലേസ് ആണെങ്കിൽ എക്സ് എക്സ് എങ്ങനെയായിരിക്കും വരുന്നത്? എക്സ് ആൻഡ് വൈക്ക് വരെ ഏതാണ് നമ്മൾ വീണ്ടും എടുക്കുന്നത്? എക്സ് ആയിരിക്കും എടുക്കുന്നത്. എക്സ് ആൻഡ് എക്സ് ലിവ് ഇൻ സെയിം പ്ലേസ്. അപ്പോ ഇവിടെ ഞാൻ ജിൻസി എക്സ്, പിന്നെ നമ്മുടെ വേറെ ആരുണ്ട്? അരിസ്റ്റോട്ടില് വൈ, പിന്നെ നമ്മുടെ ഹാരിസൺ ഇസഡ്.
എല്ലാവർക്കും അവസരം തരും. അപ്പോ എക്സ് വൈ ഇസഡ് ഇവര് 3 പേരുണ്ട്. അപ്പോ എക്സ് ആൻഡ് എക്സ് ലീവ് ഇൻ സെയിം പ്ലേസ്. ശരിയാണോ നോക്കിയേ? എക്സും എക്സും, അതായത് ജിൻസി ജിൻസി ഒരിടത്ത് തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. വേറെ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല. രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെയാണ്. അതായത് ജിൻസി എന്ന് പറയുന്ന ആള് പുത്തുതോപ്പിലാണ് താമസിക്കുന്നത്. നമുക്ക് ജിൻസി എന്ന ആള് വേറൊരിടത്തും താമസിക്കുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റുമോ? ആ സെയിം ആള് ഇല്ല. അപ്പൊ ആ പേരില് വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. ആ സെയിം ആളെന്ന് പറയുന്നത് അവിടെ തന്നെ ആയിരിക്കും, ഒരിടത്ത് തന്നെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പൊ എക്സ് ആൻഡ് എക്സ് ലീവ് ഇൻ സെയിം പ്ലേസ് എന്ന് പറയുന്നത് എന്തായിട്ടുള്ള കാര്യം തന്നെയാണ്? ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എഴുതുക എക്സ് എക്സ് എലമെന്റ് ഓഫ് വിച്ച് ഈസ് ട്രൂ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വിച്ച് ഈസ് ട്രൂ, therefore x x element of R, therefore R is reflexive. ഇനി അടുത്തത് xy ആണെങ്കിൽ എങ്ങനെ വരും? നമുക്ക് തന്നിട്ടുണ്ട് xy element of R ആണെങ്കിൽ എന്ത് തന്നിട്ടുണ്ട്? x and y live in same place. എക്സും വൈയും ഒരിടത്താണ് താമസിക്കുന്നത്. തിരിച്ചുള്ളത് ശരിയാണോ നോക്ക്. എക്സ് വൈ ആണെങ്കിൽ വൈ എക്സ് ശരിയാവണ്ടേ? അപ്പോ എക്സും വൈയും ഒരിടത്താണ് താമസിക്കുന്നതെങ്കിൽ വൈയും എക്സും ഒരിടത്ത് തന്നെയല്ലേ താമസിക്കുന്നത്. അതില് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ? അപ്പോ വൈ ആൻഡ് എക്സ് ലിവ് ഇൻ സെയിം പ്ലേസ്. ഇത് തന്നെയാണ്, ശരി തന്നെയാണ്. അപ്പൊ നിങ്ങൾ എഴുതാം വിച്ച് ഈസ് ട്രൂ, therefore വൈ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിൽ വരും. എക്സ് വൈയും വൈ എക്സും നമ്മുടെ റിലേഷനിൽ വരുന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണ്? സിമെട്രിക് തന്നെയാണ്. ഇനി എനിക്ക് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. കേട്ടിരിക്കും. ഇനി എഴുതുന്നില്ല, കേട്ടിരിക്കും. അടുത്തത് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവിന് നമ്മൾ 2 ഓർഡേഡ് പേർ കൊണ്ടുവരും. ഏതൊക്കെയാണ് നമ്മുടെ 2 ഓർഡേഡ് പേർ എന്ന് പറയുന്നത്? എക്സ് വൈയും വൈ ഇസഡ്. എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേഡ് പേർ പറയുന്നത് എന്താണ്? എക്സ് ആൻഡ് വൈ ലീവ് ഇൻ സെയിം ലൊക്കേഷൻ. എക്സും വൈയും ഒരിടത്താണ് താമസിക്കുന്നത്. വൈ ഇസഡ് എന്ന് പറയുന്ന ഓർഡേഡ് പേർ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അതെന്തായിരിക്കും പറയുന്നത്? വൈ ആൻഡ് ഇസഡ് ലീവ് ഇൻ സെയിം ലൊക്കേഷൻ. ഇത് 2 സെയിം ആയിട്ടുള്ള കാര്യമാണ്. എക്സും വൈയും ഒരിടത്താണ് താമസിക്കുന്നത്, വൈയും ഇസഡും ഒരിടത്താണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആര് ഒരിടത്താണ് താമസിക്കുന്നത് എന്നാണ് നമുക്ക് ശരിയാവേണ്ടത്? എക്സും ഇസഡും ഒരിടത്താണ് താമസിക്കുന്നതെന്നാണ് ശരിയാവേണ്ടത്. അത് ശരിയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്, ശരിയല്ലെങ്കിൽ അതെന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഞാൻ പറയാണ്, ജിൻസിയും അരിസ്റ്റോട്ടലും ഒരിടത്താണ് താമസിക്കുന്നത്, പുത്തൻതോപ്പിലാണ് താമസിക്കുന്നത്. അരിസ്റ്റോട്ടലും ഹാരിസണും